അതിരാവിലെ തന്നെ ഇവിടെ ആർക്കും നേരം വെളുത്തിട്ടില്ലേ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ കോയി സാർ ഇവിടെ വിളിച്ചോണ്ടാൻ വന്നിക്കണ് കേട്ടോ. ഏയ് ഇവിടെ എല്ലാവർക്കും നേരം വെളുത്തിക്കണ്, നിങ്ങൾ പൊയ്ക്കോളി. അങ്ങനെ രാവിലെ നമ്മളെ ദേശീയ ഭക്ഷണം ചുട്ട് ഇന്നത്തെ നമ്മുടെ കിച്ചണും ഉണന്നിക്കണ് കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കറങ്ങി തിരിഞ്ഞ് നമ്മളെ ദേശീയ ഭക്ഷണം എത്തലുണ്ട് കേട്ടോ. അങ്ങനെ പുറം കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. ദാ ഓണത്തിന് റെഡിയായി പൂക്കളൊക്കെ ഓരോന്ന് വിരിഞ്ഞു തുടങ്ങിയിരിക്കണ്. ഇവിടെയാണെങ്കിൽ 2 ദിവസമായിട്ട് മഴയോട് മഴ. അങ്ങനെ മഴക്കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാസ്വദിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് മുറ്റത്തേക്ക് വാതിലും തുറന്നിറങ്ങിയതാണേ. പക്ഷെ മുറ്റം കണ്ടോടുകൂടി എൻ്റെ ആ ആസ്വാദനം കണ്ട് മതിയായി. കാരണം ഇഷ്ടം പോലെ ഇലകളാണേ കൊഴിഞ്ഞു കിടക്കണത്. പിന്നെ സ്കൂട്ടിന്റെ മുകളിൽ നിന്നപ്പോ ആവല് കിടക്കണതെന്ന് വിചാരിച്ചണ്ട. എന്റെ കെട്ടിയോന് മഴയത്ത് മഴക്കോട്ട് ഉണക്കാനിട്ടതാണ് കേട്ടോ. മക്കള് രാവിലെ തന്നെ മോർണിംഗ് എക്സസൈസിലാണ് കേട്ടോ. ജനിക്കുട്ടന് ആരെങ്കിലും കിടക്കണ കണ്ട പിന്നെ ഓനൊരു പൊറുതിയേടാണ്. പിന്നെ ഓലെ കുത്തിപ്പൊക്കി എണീപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ. അങ്ങനെ ഞാൻ നമ്മളെ മുറ്റത്തിറങ്ങിട്ടോ. ഇന്നിപ്പോ ആദ്യം പുല്ലൊക്കെ പറിച്ചിട്ടാവാം അടിച്ചാല് എന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അസിസ്റ്റന്റ് ഉരുണ്ടും മറിഞ്ഞും അതിലെ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. നിന്നും കുമ്പിട്ടും ഇരുന്നും നിരങ്ങിയും പറിച്ചിട്ടും പുല്ല് പിന്നെയും ബാക്കിയേനോ. ലാസ്റ്റ് പുല്ല് പറിച്ചല് ഞാനങ്ങോട്ട് നിർത്തി, അല്ലാതെ പുല്ല് കയ്യണ്ടേ. ഇന്നിപ്പോ അവധി ദിവസം ആയതുകൊണ്ട് ഫുള്ള് ഫോണ് കാണാനേനു പരിപാടി. അപ്പൊ ഞാനേ വെള്ളം മണ്ണൊക്കെ കൊടുത്തു. കുറച്ച് വെള്ളം മണ്ണൊക്കെ അറിഞ്ഞ് ജീവിക്കട്ടെ പോലും, അല്ലാതെ വെറും ഫോണിലായാൽ പറ്റൂലല്ലോ.